ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് APN Teak Lifestyle ന്യൂ കാരക്കാമണ്ഡപം തിരുവനന്തപുരം. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുടി ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമസ്കാരം. ACVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അർജുൻ അസോസിയേറ്റ്സ് അവതരിപ്പിക്കുന്ന വാസ്തുഭവനം എന്ന ഈ പുതിയ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ പരിപാടിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇത് വാസ്തു എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമായ ഒരു പ്രോഗ്രാം എന്നതിലുപരി ഇന്ന് നമുക്കിവിടെ എത്തിയിട്ടുള്ള ശ്രീ അർജുൻ സാർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ വാസ്തുശാസ്ത്രത്തെ ബേസ് ചെയ്തുള്ള നവീന യുഗത്തിലെ വാസ്തുശാസ്ത്രവും ബേസ് ചെയ്തുള്ള ഗൃഹനിർമ്മാണത്തെ അതിൻ്റെ കൂടുതലിലേക്ക് നമുക്ക് എങ്ങനെ പോകാം, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് വീട് വെക്കുന്ന ഒരു കോളറാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1000-1500 വാസ്തുശാസ്ത്രപരമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗൃഹനിർമ്മാണം ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തമായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. നമുക്ക് ശ്രീ അർജുൻ സാർ അവരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്ന് നമ്മൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചൊരു വാസ്തുഭവനം എന്ന ഈ പരിപാടിയാണല്ലോ. ഈ പരിപാടിക്ക് നമുക്ക് കൂടുതൽ നമ്മൾ ഇതിനു മുന്നേ തന്നെ വളരെ സക്സസ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് നമ്മളുടെ അന്വേഷിക്കുന്നത് നവീന യുഗത്തിൽ വാസ്തുശാസ്ത്രത്തെ ക്ലബ് ചെയ്തുകൊണ്ട് ആണല്ലോ സാറിൻ്റെ ഗൃഹനിർമ്മാണത്തിൻ്റെ പ്രത്യേക ശൈലി. അത് എങ്ങനെയാണ് സാർ അത് ഒന്ന് അവലംബിക്കുന്നതെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവച്ചാൽ കൊള്ളായിരുന്നു. എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ വാസ്തുശാസ്ത്രം വാസ്തുവിദ്യ ഗൃഹനിർമ്മാണത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതിന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ആധുനിക യുഗത്തിൽ ഈ ശാസ്ത്രത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കണ്ട് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായ സ്ഥാപത്യവേദത്തിലും മറ്റ് അനേകം ഗ്രന്ഥങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര ശൃംഖലയാണ് വാസ്തുശാസ്ത്രം. അത് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ നിർമ്മാണ രീതിയും ഈ ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഭാരതത്തിലുള്ള ശാസ്ത്രത്തെ അല്ല, വാസ്തുവിന് അതാത് രാജ്യത്ത് അതാത് പ്രദേശത്ത് അതാത് സ്ഥലങ്ങളിൽ അതിൻ്റേതായ പ്രാധാന്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങളായാലും പൗരസ്ത്യ രാജ്യങ്ങളിലായാലും ഇന്ത്യയിലായിരുന്നാലും കേരളത്തിലായാലും ഇതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് ശരി സാർ. അപ്പോൾ ഈ പ്രാധാന്യം നമ്മൾ കണക്കിലെടുത്ത് പഴയ കാലത്തുള്ള നിർമ്മാണ ശൈലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടുമിക്ക പഴയ ഏറ്റവും നല്ല നിർമ്മാണങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പിൻബലത്തിലാണ് അല്ല, ഞാൻ സാറിൻ്റെ ധാരാളം ഗൃഹങ്ങൾ നേരിട്ട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒരു വീടിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല പ്രത്യേക രീതിയിലുള്ളൊരു കാറ്റ്, വായു സഞ്ചാരം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് സാറത് ശരിക്കും അത് വാസ്തു ബേസ്ഡ് ആണത് അങ്ങനെ ഗൃഹനിർമ്മാണം വെക്കുന്നതല്ല സാർ? അതിന് നമ്മൾ നോക്കിക്കാണേണ്ടത് വേറൊരു വസ്തുതയാണ്. നമുക്കൊരു വീട് എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ ഗൃഹം, നമുക്ക് പാർക്കാനുള്ള പാർപ്പിടം, ഇത് മനുഷ്യവാസ യോഗ്യം ആയിത്തീരണം. അത് പഴയ കാലം മുതൽ ഇന്നത്തെ ആധുനിക രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു നിർമ്മാണ ശൈലിയല്ല ഇന്നുള്ളത്. ഇന്ന് നമുക്ക് നോക്കാം, അത്യാധുനിക മെറ്റീരിയൽസും അത്യാധുനിക സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ആ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉൾക്കൊള്ളേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കുറേ തത്വങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് ഭൂമിയുമായിട്ടുള്ള ഒരു ചേർച്ച, കാറ്റിൻ്റെ ഗതി, കാറ്റ്, വായു, അങ്ങനെ. അതേസമയം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമന്വയമായിരിക്കണം ഒരു വീട്. അപ്പോൾ ആ വീടിന് അത് ഉണ്ടാവണമെങ്കിൽ ഈ ശാസ്ത്രത്തെ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ശരി, താങ്ക് യു. ഇതാണ് നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ ഒരു ആദ്യത്തെ കോള് വന്നിട്ടുണ്ട്. ഹലോ 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 പുതിയതായിട്ട് വീട് നിർമ്മിച്ചിരുന്നു. പുതിയതായിട്ട് ഹലോ
ഹലോ. കേൾക്കാം. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറിൻ്റെ പേരെന്താണ്? ജയകുമാർ. ജയകുമാർ സാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. കൊല്ലത്തുനിന്ന്. സാറ് സാറിൻ്റെ ആദ്യത്തെ കോളറായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറ് കൊല്ലത്ത് എന്തെങ്കിലും ബിസിനസ്സാണോ അതോ വീട് വെക്കുകയാണോ? എന്താണ് അതിൻ്റെ? അത് വീട് വെച്ചിരുന്നു. അന്നേരം അതിന്റെ കിണറിന്റെ സ്ഥാനമേ ഞങ്ങള് തെക്ക് വശത്തായിട്ട് മുഖപ്പായിട്ടാണ് വീട് പണിഞ്ഞിരിക്കുന്നത്. അത് ശരി. പഴയ വീടാണോ അതോ പുതിയതായിട്ട്? വീട് അല്ല, പുതിയ വീട്. വീടിന്റെ വഴിക്കുന്നത് തെക്ക് വശത്താണ് വീടിന്റെ വഴി പോകുന്നത്. വഴി സാർ കാര്യം ചെയ്തോളൂ. ഞാൻ സാറിൻ്റെ കോള് നമ്മുടെ ശ്രീ അർജുൻ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാം. അദ്ദേഹമായിട്ട് സംസാരിച്ചോളൂ. അദ്ദേഹം വളരെ വിശദമായി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു തരുന്നതാണ്. താങ്ക് യു. ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ചോദിച്ചോളൂ. അല്ല സാർ, ഞാൻ ഒരു സംശയം ചോദിക്കാനുണ്ട് വാസ്തു സംബന്ധമായിട്ട്. ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടു. വീട് ഇപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ മുഖം എന്ന് പറയുന്നത് തെക്ക് വശത്തേക്കാണ് അല്ലേ? തെക്ക് വശത്തേക്കാണ്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സംശയം? അത് നമ്മുടെ കിണറിന്റെ സ്ഥാനം എവിടെയാണ് ഇരിക്കുന്നത്? കിണറിന്റെ ഈ വീടിനെ പറ്റിയ കിണർ വീട് പണിത് കഴിഞ്ഞതാണ്. പണിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇതിന് ശാസ്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം അത് പറയാം. ഇപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ സ്ഥാനം നിർണ്ണയം നടത്തിയിട്ട് പിന്നെ വരുന്ന ഉപകടങ്ങളാണ് കിണർ, തൊഴുത്ത്, അതുപോലെ ഉപശാലകളൊക്കെ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ, ഈ കിണറിന് രാശി, നമ്മളൊരു വീടിൻ്റെ ഇതെടുത്തിട്ട് രാശിക്രമം പറയും. അപ്പോൾ ആ രാശിക്രമം പറയുകയാണെങ്കിൽ അതിൻ്റെ മീനൻ രാശി, ഇടവൻ രാശി, കുംഭൻ രാശി, ഇങ്ങനെ രാശി വരും. എങ്കിൽ പൊതുവേ ജനങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു വീട് കിഴക്കോട്ടാണ് അഭിമുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വരുന്നതാണ് ഏറ്റവും ഉത്തമം, എന്നുവെച്ചാൽ മീനൻ രാശി. അപ്പോൾ അതാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കിണർ ഏത് ഭാഗത്താണ് വരുന്നത്? അല്ല, ഞങ്ങളുടെ കിണറെ കുഴിക്കാൻ വേണ്ടി കുഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, വീട് ഇപ്പോൾ ദർശനം പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിൻ്റെ കിഴക്ക് വശം പരിഗണിച്ചിട്ട് ആ വീടിൻ്റെ നേരെ മദ്യം മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അതുപോലെ തന്നെ വടക്ക് വശവും മാർക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ തുലാൻ രാശി എന്നൊക്കെയാണ് പറയുന്നത്. അത് വ്യക്തമായിട്ട് വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ ഈ രാശികളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തരാൻ പറ്റും. എങ്കിലും പൊതുവെ പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വീട്ടിൻ്റെ സൂത്രഭേദം വരാതെ കിണറിന് സ്ഥാനം കാണാവുന്നതാണ്. പിന്നെ വേറെ കാര്യം കൂടെ ചോദിക്കുന്നത്, നമ്മളിവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അന്നേരം ഈ വീടിന്റെ അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ടാപ്പ് നിൽക്കുന്നത്, സ്ട്രീറ്റ് ടാപ്പേ. അവിടെ ഒരു ടാങ്ക് കുഴിച്ചിട്ടിട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ അത് ദോഷമുണ്ടോ? വടക്ക് പടിഞ്ഞാറൊക്കെ ടാങ്ക് കുഴിച്ചിടുന്നുണ്ട്. ഇതിൽ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും പറയാം. ഇതിന് പ്രായോഗികമായിട്ട് നമുക്ക് വളരെ പരിമിതമായ സ്ഥലത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളിടത്ത് ഈ ശാസ്ത്രത്തിൽ നമ്മൾ ഇന്ന സ്ഥാനങ്ങൾ പറയുന്നത് അത് വളരെ ദീർഘവീക്ഷണത്തിൽ മറ്റുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കും കാറ്റിൻ്റെ ഗതിയും ഭൂമിയുടെ ദിവസമുള്ള ചരിവും ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കിണറിൻ്റെ സ്ഥാനങ്ങൾ ഇന്നടത്ത് വേണമെന്ന് പറഞ്ഞത്. അതേസമയം പൊതുവേ ഞാൻ ഒറ്റ അഭിപ്രായം പറയാം, മണ്ണിനടിയിൽ പോകുന്ന ഒന്നും തന്നെ ഈ ശാസ്ത്രപരമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സൗകര്യം നോക്കി അവിടെയൊക്കെ ടാങ്ക് പണിയുന്നതിനും അത് ചെയ്യുന്നതിനൊന്നും ഒരു ശാസ്ത്രവും തടസ്സം പറയുന്നില്ല. എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതിന് അതാണ് പറഞ്ഞത്, നമ്മൾ ബേസ്മെൻറ്റിന് മുകളിലോട്ടുള്ളത് മാത്രമേ ശാസ്ത്രപ്രകാരം നമ്മൾ എന്ത് പറയാറുള്ളൂ, ഒരു ശാസ്ത്ര അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാലിക്കപ്പെടേണ്ടതുള്ളൂ. മറ്റത് യഥാർത്ഥത്തിൽ ഭൂമിക്ക് അടിയിലും എന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൻ്റെ താഴെ ഫൗണ്ടേഷൻ മുതൽ താഴോട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു കണക്കിൽ പെടുന്നതല്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ പരിഗണിച്ച് പോകുന്നത് നമ്മളുടേതായ യുക്തിയും ചിന്തയും ഭയവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. കിണറായിട്ട് നമ്മൾ ആ സ്ഥാനമാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ അവിടെ നമുക്ക് വെള്ളം കിട്ടാൻ പറ്റാത്തത് തൊട്ട് അയൽക്കാരൻ്റെ ഒരു സെപ്റ്റി ടാങ്കൊക്കെ വന്നാൽ അവിടെ കിണറെടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ യുക്തിപരമായിട്ട് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. ഹലോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. നമ്മൾ ഈ വാട്ടർ ടാങ്ക് വെക്കുമല്ലോ, നമ്മൾ വെള്ളം വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ ഉയരത്തിൽ വെക്കുമല്ലോ, അത് നമ്മളെ വീടിന്റെ ഏത് ഭാഗത്ത് വെക്കുന്ന ഉത്തമം? ഈ പറഞ്ഞ പൊസിഷനിലുള്ള വീടിന്റെ
അതിൽ സാധാരണ കാണുന്നത് ഈ പറഞ്ഞ ശാസ്ത്രപ്രകാരമാണെങ്കിൽ ജലത്തിൻ്റെ സാന്നിധ്യം വരാവുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗത്താണ്. അഗ്നികോണിലോട്ട് എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ ഭാഗത്തേക്ക് കഴിവതും ജലസാന്നിധ്യം കൊണ്ടുവരാതിരിക്കുന്നത് ശാസ്ത്രപ്രകാരം നല്ലതാണ്. വീടിന്റെ പുറമോട്ട് കൊണ്ടുപോകണ്ട. പുറകോട്ടല്ല, വടക്ക് തെക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്ത് തെക്ക് ഭാഗത്തേക്ക് വയ്ക്കാതിരിക്കുക, വടക്ക് കിഴക്കകത്താക്കുക. അതേപോലെ വടക്ക് പടിഞ്ഞാറൊക്കെ നിങ്ങൾക്ക് ടാങ്ക് വയ്ക്കാം. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. താങ്ക് യു. തുടർന്നും എല്ലാ ആഴ്ചയും ഈ പരിപാടിയിൽ കാണുക. മറ്റ് കാണാത്തവരുടെ ഈ പരിപാടിയെക്കുറിച്ച് പറയുക. ധാരാളം സംശയങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN ടീക്ക് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിനെ വെല്ലുന്ന കരുത്തും ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും. 10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്കാമണ്ഡപം, തിരുവനന്തപുരം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വാസ്തുഭവനത്തിലേക്ക് നമുക്ക് രണ്ടാമത്തെ കോളർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. മാഡം ഗുഡ് ആഫ്റ്റർനൂൺ. മാഡം എന്താണ് പേരൊന്ന് പറഞ്ഞോളൂ. ശൈലജ. ശൈലജ മാഡം എവിടുന്നാണ് വിളിക്കുന്നത്? കോട്ടയത്തുനിന്ന്. എന്താ? കോട്ടയം. ഓക്കെ മാഡം. മാഡം ചോദിച്ചോളൂ, എന്താണ് സംശയം? ഇവിടെ നമ്മുടെ പ്രശസ്തരായ വാസ്തു ബിൽഡർ ശ്രീ അർജുൻ സാറ് ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സംശയം അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ഞാൻ അദ്ദേഹത്തോട് പോകും. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ബാത്റൂമേ കന്യാകോണിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ടാങ്കും കന്യാകോണിൽ തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അല്ല, അതിൽ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? ഞങ്ങളുടെ ബാത്റൂമേ കന്യാകോണിലാണ്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ അതിന് ഞാനൊരു എൻ്റെ വ്യക്തത വരാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ സാധാരണ പണിത വീടാണെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ആണ് നമ്മൾ അതിൻ്റെ ഒരു കന്നി ഭാഗം, അല്ലെങ്കിൽ തെക്ക് നിരീതി കോണം എന്നൊക്കെ പറയുന്നത്. ആ ഭാഗത്തായിരിക്കും ബാത്റൂം വന്നത്. കോർണറിലാണോ? അത് തന്നെ, കോർണറിൽ തന്നെ. സാധാരണ നമ്മൾ വീടിൻ്റെ മറ്റ് 3 സ്ഥലങ്ങളിലും ഇത് വന്നാൽ, 3 അല്ല ശരിക്കും പറഞ്ഞാൽ കോർണറിൽ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കോർണറിൽ ബാത്റൂം വരുന്നത് ഉചിതമല്ല. അത് ഒഴിവാക്കുക തന്നെ വേണം. അതിന് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അല്ല, ഞാനൊരു 10-20-22 വർഷം ഈ ശാസ്ത്രവിധി പ്രകാരം മാത്രം വീടുകൾ പണിത് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാനത് തീർത്തും പറയുന്നു. അത്തരം ബാത്റൂമുകളുള്ള വീടുകളിലൊക്കെ വലിയ ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നം, അതുപോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ ടാങ്ക് ഉൾപ്പെടെ വേണം മാറ്റാൻ അല്ലേ? ടാങ്ക് അല്ല, ബാത്റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് നമ്മൾ കുളിമുറി സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട്, സാധാരണ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വന്നാൽ നമ്മൾ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ഡ്രസ് ഏരിയയോ മറ്റ് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ബാത്റൂം പണിത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കോർണറിലാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ടാങ്കൊന്നും കുഴപ്പമില്ല. ഹലോ മാഡം. ഹലോ. മാഡം സെപ്റ്റിക് ടാങ്ക് ആണോ ഉദ്ദേശിക്കുന്നത്? അത് നേരത്തെ ഞാൻ ചോദിച്ചു. നമുക്ക് ബേസ്മെൻറ്റിന് അടിയിലോട്ട് പോകുന്നത് ഇതിനകത്ത് വലിയ ദോഷം വരാനില്ല. എങ്കിലും നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിൽ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ഒഴിവാക്കി ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. താങ്ക് യു മാഡം, വിളിച്ചതിന് നന്ദി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ മാഡം. ഹലോ. ഓക്കെ മാഡം, താങ്ക് യു.
സാർ, അപ്പോൾ ഞാൻ ഇത് തന്നെ ഞാൻ സാറിനോട് ചോദിക്കാനിരുന്നതാണ്. അതായത് ഈ കന്നിമൂല പൊതുവേ അശുദ്ധമാകാൻ പാടില്ല എന്നൊരു സാറിന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അതിൻ്റെ അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല. കന്നിമൂല അശുദ്ധമായി അതല്ല നമ്മൾ അതിന് ആ വിഷയത്തെ കാണേണ്ടത്. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഒരു സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ നമുക്ക് വീടിൻ്റെ 4 കോർണറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ തന്നെ 4 ദിക്കുമുണ്ട്: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോൾ ഇതിൽ വീട് നമ്മൾ ഒരു പ്ലാൻ സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ 4 മൂലയ്ക്കും നമ്മൾ ഓരോന്നിനും ഓരോ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് ശരി. ഉദാഹരണത്തിന് കിഴക്കായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ സാധാരണ കേരളത്തിൽ ഒരു ഒട്ടുമിക്ക വീടുകളുടെയും അടുക്കള നമ്മൾ ആ ഭാഗത്തേക്ക് കൊടുക്കും. അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണം കൊണ്ട് മാത്രമല്ല, ഈ കിച്ചൻ്റെ സ്ഥാനം നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് നമ്മളെ കാറ്റിൻ്റെ ഗതിയും ജലത്തിൻ്റെ സൗകര്യം അത് തന്നെ നമുക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ഒരു കൂടുതൽ കിട്ടുന്നത്. ആ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഒഴുക്ക് നമുക്ക് വടക്ക് കിഴക്ക് ആകുമ്പോൾ അടുക്കളയാകുമ്പോഴത്തേക്ക് പഴയ കാലത്ത് വിറകടപ്പും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ഒരു ക്രമീകരണം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ശരി സാർ. അതോടൊപ്പം തന്നെ പവിത്രമായിട്ട് നമ്മൾ വാസ്തു പുരുഷ സങ്കല്പം വെച്ചും കൊണ്ട് ഈ വാസ്തു പുരുഷൻ്റെ പാദം ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തും അതിൻ്റെ ശിരസ് വടക്ക് കിഴക്കേ ഭാഗത്തുമാണ് കാണുന്നത്. അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ നമ്മൾ പവിത്രമായിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ ഒരു സങ്കല്പമാണ്. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രത്തിന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ ഒരു സംശയം കൂടി ചോദിച്ചാൽ, ബാത്റൂം എന്തുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് കന്നി മൂലയ്ക്ക് വരാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേസമയം ഈ കാര്യം തന്നെ നമ്മൾ മനുഷ്യാലയ ചന്ദ്രികയിലും നേരത്തെയുള്ള ശാസ്ത്രത്തിലും 4 കെട്ടിൽ 9 നാലുകെട്ടുള്ളതിൽ ഒരു 4 കെട്ടിൽ ഇതിൻ്റെ ശൗചാലയം, സ്ത്രീകൾക്കുള്ള റൂം അവിടെയും അതിൻ്റെ ശൗചാലയം അവിടെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നു. സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 നമസ്കാരം. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. എന്താ മാഡം, പേരെന്താണ്? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, സുജാത. തൊട്ടു മുന്നേ വിളിച്ചിരുന്നു. പറയൂ, എവിടുന്നാ വിളിക്കുന്നത്? ഇത് ഞങ്ങളുടെ വീട്ടിൽ. അല്ല, എവിടുന്നാ വിളിക്കുന്നത് മാഡം? ഇത് നെയ്യാറ്റിൻകരയെന്നാണ്. നെയ്യാറ്റിൻകരയെന്ന്. പറഞ്ഞോളൂ, സാറിവിടെ ഉണ്ട്, ചോദിച്ചോളൂ. എന്താ സംശയം, എന്താ ചോദിച്ചോളൂ. നമ്മുടെ വീട് ഒരു ആൾത്തറയുണ്ട്, വർഷങ്ങളുള്ള റോഡരിയാണ് വീട്. അത് ഇരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? പഴയതാണ്. എവിടെ സ്ഥലം? നെയ്യാറ്റിൻകരയാണോ? അതെ അതെ. ഇതിൽ ഞാൻ പിന്നെ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത്, ഈ ആൽത്തറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാവ് പോലെയുള്ള ഒരു സങ്കല്പത്തിലാണോ അല്ലാതെയാണോ? എങ്ങനെയാണ് അതിൻ്റെ രീതി? ഹസ്ബൻഡിന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചേക്കാണ്. അത് ഇങ്ങനെ വളക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? എന്താണ് അറിയേണ്ടത്? പലവരും പറഞ്ഞ് ഇതിങ്ങനെ വച്ചിരുന്നൂടാ. അത് അതിനകത്തൊന്നുമില്ല. ഇങ്ങനെ ഒരു ആത്മാവിനെ പിടിച്ചു നിർത്തി ഇങ്ങനെ വളക്കൊളുത്തിക്കൂടെന്നാണ് പറയുന്നത്. അതിൽ വാസ്തുവായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സാധാരണ ഈ ആൽത്തറയും കാവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു സങ്കല്പമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, കാവായണോ അങ്ങനെയാണ്. ഈ കാവിനെയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഗൃഹം പണിയുമ്പോൾ അതിൽ പാർക്കുന്ന ജീവജാലങ്ങളുടെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ശാപം ആ പണിയുന്ന ഗൃഹത്തിനും പണിയുന്ന ആളിനും ഉണ്ടാവുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിന് ഒന്നുകിൽ അത്തരം നമ്മൾ ചെയ്യാൻ നിവൃത്തിയില്ല, അവിടെ പണിതേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പരിഹാര പൂജ അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന ജ്യോതിഷ വിധി പ്രകാരം അതിന് പരിഹാരം കണ്ട് അത് വെട്ടിമാറ്റി വീട് പണിയുന്നതായിരിക്കും ഉചിതം. പിന്നെ ഉള്ള വീട്ടിലാണെങ്കിൽ ഞാൻ പറയട്ടെ,